ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി സാഗ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഡോണട്ടാണ്. ഡോണട്ട് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇത് വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. ഡോണട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടെ ഇല്ല, അതിനേക്കാൾ നന്നായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഈസ്റ്റ് ആണെങ്കിൽ വാം മിൽക്ക് എടുക്കുക. പാല് ഒരു ഇളം ചൂടിൽ എടുക്കുക. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെറും തണുത്ത പാലിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഈസ്റ്റും 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. അതേപോലെ നിങ്ങളുടെ ഉള്ള ആക്ടിവേറ്റ് ചെയ്യേണ്ട ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളിതിങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റോളം വെക്കണം ആ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ. എന്നിട്ട് പൊടിയിലേക്ക്, മാവിലേക്ക്, ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. എനിക്കിപ്പോൾ ഇത് നേരിട്ട് വേണമെങ്കിൽ പൊടിയിലേക്ക് ചേർക്കായിരുന്നു, പക്ഷെ ഞാൻ ആ പാലിലാക്കുന്നത് അത് കുറച്ചും കൂടെ എനിക്ക് കുഴയ്ക്കുമ്പോഴുള്ള എളുപ്പത്തിനാണ്, ഈസ്റ്റ് എല്ലാ ഭാഗത്തേക്ക് ആവാനുള്ള എളുപ്പത്തിനാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമ്മളൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ മാവ് 2 കപ്പ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും പാലും എല്ലാം കൂടെ ഉള്ളത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് നമുക്ക് മെല്ലെ കുഴയ്ക്കാം. ആദ്യം ഞാൻ ഈ പാലും ഈസ്റ്റും എല്ലാം ചേർത്തിട്ട് ഒന്ന് കുഴയ്ക്കുകയാണ്. ഇത് പോരാ, നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. അതിനായിട്ട് ഞാൻ മെല്ലെ അത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. മാവ് നന്നായിട്ട് പൊങ്ങണ്ടേ നമുക്ക്, അതിനായിട്ട് ഈസ്റ്റും പാലും ഉള്ളത് എല്ലാ ഭാഗത്തേക്കും നന്നായി ആക്കി കൊടുക്കുകയാണ്. ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ പാലെടുത്ത് കപ്പില്ല കേട്ടോ വെള്ളം എടുത്തത്, അങ്ങനെ തന്നെ, അതുകൊണ്ട് ആ കളറ്. എന്നിട്ട് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കരുത്, നോക്കിയിട്ട് ഒഴിക്കുക. ചിലപ്പോൾ വേണ്ടി വരില്ല, പക്ഷേ ഇവിടെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് വേണ്ടി വന്നു. ആ ഫുൾ 1/2 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടാണ് അത് കുഴച്ചത്. അതുകൊണ്ട് തന്നെ വേണ്ടി വരും, പക്ഷെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. നിങ്ങൾ മെല്ലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കുക. അത് നന്നായിട്ട് കയ്യിൽ ഒട്ടുന്ന ഒരു പാകമാണ്. ഇനി നമുക്കത് മാറ്റിയെടുക്കണം. ഈ കുഴയ്ക്കലിനാണ് മെയിനായിട്ട് നിങ്ങളുടെ ഡോണട്ട് എത്ര നന്നായിട്ട് പൊങ്ങി വരും, അതേപോലെ തന്നെ എത്ര സോഫ്റ്റായിട്ട് വരും എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം. കുഴയ്ക്കുന്ന ഭാഗം ഇതാക്കരുത്. ഞാൻ ആ വെള്ളം അതിലുള്ള 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ബാക്കിയുണ്ടാവും. ബാക്കി എല്ലാ വെള്ളവും ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹാർഡ് സർഫേസിൽ തന്നെ ഇടണം. ഒരു കൗണ്ടർ ടോപ്പോ ഇല്ല ചപ്പാത്തി പലക, അതുപോലെ ഇല്ല ഒരു കട്ടിംഗ് ബോർഡ്, അങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു ഭാഗത്തിട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. ഇത് ഈ കുഴയ്ക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ ഗ്ലൂട്ടൻ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഗ്ലൂട്ടൻ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോണട്ട് കിട്ടുക. അപ്പോൾ പീസയ്ക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ കുഴയ്ക്കുക. ആ ഗ്ലൂട്ടൻ ആക്ടിവേറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ആ ഒരു ഭയങ്കര ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് വരുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ആ ഗ്ലൂട്ടനാണ്. ഇപ്പം നോക്കൂ, ആ ഒട്ടലൊക്കെ പോയി തുടങ്ങി. ഇത് പോണവരെ ചെയ്യണം. ഇതൊരു 5-6 മിനിറ്റ് നന്നായിട്ട് നിങ്ങൾ ഒരു ഹാർഡ് സർഫേസിലിട്ടിട്ട് നന്നായിട്ട് കുഴക്കേണ്ടി വരും. ഒരു 5-6 മിനിറ്റ് എന്തായാലും എടുക്കും. അത് സ്കിപ്പ് ചെയ്യരുത്. അത് മടി വിചാരിക്കരുത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോണട്ട് നന്നായി വരില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. 1 അളവ് എല്ലാ ഇൻഗ്രീഡിയൻസിനെയും, 2 ഈ കുഴയ്ക്കൽ. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, കയ്യിൽ ഒട്ടണില്ല. അപ്പോൾ എത്ര ഒട്ടിക്കൊട്ടിട്ട മാവ് ഇപ്പോൾ ഒട്ടണില്ല. ഞാനിതിങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പിzzയ്ക്ക് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ. ഏതാണ്ട് ഞാൻ ഒരു ദിവസം പിസ്സ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുഴച്ച് മാവ് ബോളായതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് സൈഡ്സ് ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. വച്ചിട്ട് ഒരു ടീസ്പൂണോളം എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ മുകൾ ഭാഗത്തേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക.
ഇപ്പം ഞാനതൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കുകയാണ്. ഇപ്പം അടച്ചു വയ്ക്കണം. നമുക്കൊരു 1-1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാനിത് 1.5 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഡബിൾ ആയിട്ടുണ്ട് ആ മാവ്. പിന്നെ അടിച്ച് നോക്കുമ്പോൾ കണ്ടോ അതങ്ങനെ ഉള്ളിലേക്ക് പോകും. അതാണ് പാകം. 1.5 മണിക്കൂർ മതി കേട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂർ മതി. നിങ്ങളുടെ അവിടുത്തെ ചൂടിനനുസരിച്ച് നോക്കണം. ഓവർഡു ചെയ്യരുത്. ആ ഈസ്റ്റിലുള്ള എല്ലാ വെള്ളവും പോവും. പിന്നെ അത് ഭയങ്കര ഡ്രൈ ആയി പോവും. അതുകൊണ്ട് ഡബിൾ ആവണം. നിങ്ങൾ വെച്ച മാവ് ഡബിൾ ആയിട്ട് ആ ഒരു നമ്മൾ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ തിരിച്ച് പൊങ്ങി വരുന്ന ഒരു പാകമാണ്. ഇനി ഒന്നുമില്ല, ഞാനൊന്ന് നന്നായിട്ട് അതിനെടുത്തൊന്ന് ചെറുതായിട്ട് കുഴച്ചു എന്നിട്ട് അതേപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിനി നന്നായിട്ട് പരത്തണം. ചപ്പാത്തിക്ക് പരത്തണം. ചപ്പാത്തി പൊറോട്ട എല്ലാം പരത്തുന്ന പോലെ നന്നായിട്ട് മാവ് ഇട്ട് കൊടുത്ത് പരത്തുക. ഇതിപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് തിക്നെസ്സിലാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. കാരണം ഡോനട്ടിന് ഒരുവിധം ഇത്തിരി കട്ടിയുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഇത്തിരി കട്ടിയിൽ പരത്തണം. ഒരു 1/4 ഇഞ്ചോളം വരുന്ന അത്രയും പരത്തണം. അതുപോലെ പരത്തിയിട്ട് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ആ മാവെല്ലാം തട്ടിക്കൊടുക്കണം. ആ മാവ് അതിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല കരിഞ്ഞു പോകും. നിങ്ങൾ പറക്കുമ്പോൾ ഡോനട്ട് ഉണ്ടാക്കുമ്പോൾ അത് ആ ഭാഗം ആ പൊടി കരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് തന്നെ ഒരു പകുതി സമയമാകുമ്പോൾ ഒരുവിധം നിങ്ങൾക്ക് പരത്തിയാവുമ്പോൾ നിങ്ങൾ ആ പൊടി നന്നായിട്ട് തട്ടിക്കൊടുക്കുക. ഇനി ഞാൻ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുക്കി കട്ടറൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു മേസൻ ജാറിൻ്റെ മൂടിയാണ്. അങ്ങനെ സൈഡ് ഇതുള്ള ഏത് പാത്രം കൊണ്ടും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ വേഗം നടക്കും. ഇല്ലെങ്കിൽ ഒരു വലിയ റൗണ്ടുള്ള കുക്കി കട്ടറും പിന്നെ ഒരു ചെറിയ കുക്കി കട്ടറും കൂടെ മതി. അതെങ്ങനെ നിങ്ങൾക്ക് എന്താ കിട്ടുന്ന വെച്ചാൽ അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. അങ്ങനെ ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വിടാം. എൻ്റെ മോനൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ്. ഇങ്ങനെ വലിയ ഫുൾ റൗണ്ടുള്ള ഡോനട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഡിപ്പുള്ള അങ്ങനത്തെ ഫുള്ളായിട്ടുള്ള ഡോനട്ട്സ് ഇഷ്ടമാണ്. പക്ഷേ നമ്മളുടെ ഒരു ട്രഡീഷണൽ ഡോനട്ടിൽ എപ്പോഴും ഒരു ഹോൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പം എനിക്ക് വേറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിപ്പോൾ മെഷറിങ് സ്പൂണാണ്, അത് വെച്ചിട്ട് ഞാനൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കുക്കി കട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ മൂടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഇന്നൊന്നും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആ ഫുൾ ഇതായിട്ട് തന്നെ എടുക്കാം. അങ്ങനത്തെ ഡോനട്ട്സും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ട്രഡീഷണൽ ഡോനട്ടിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടി അങ്ങനെ കട്ട് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ. ഒന്ന് നമുക്ക് കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടാമത്തത് അത് മാവിലിടുമ്പോൾ എണ്ണയിലിടുമ്പോൾ അത് വൃത്തിയായിട്ട് വന്നോളും. അപ്പം ഞാൻ ഈ തിളച്ച എണ്ണയിലേക്ക് ഡോനട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബേക്കല്ല ചെയ്യുക, ഇത് നന്നായിട്ട് ഫ്രൈ ആണ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എല്ലാ ഡോനട്ടും ഒന്ന് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ വറുക്കാനിടുന്നതിന് മുന്നേ ഓയിലൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഡോനട്ടിലേക്ക്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇതാ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ല ഗ്ലേസും കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാം. പെട്ടെന്നാവും, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. ഇത് പെട്ടെന്നാവും. ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്, കണ്ടു. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ട് പാകം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇതിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇതാണ് പാകം. ഇതാണ് ഈ കളറ് വരണം. കളറ് വന്നാൽ നിങ്ങൾക്ക് എടുക്കാം. നല്ല ചൂടിലിട്ടിട്ട് നിങ്ങൾ ഫ്രൈ ആണെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒന്ന് നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ നമ്മളിപ്പം കട്ട് ചെയ്തപ്പോൾ വലിയ ഇംപെർഫെക്ഷനൊക്കെ ഉള്ള മാതിരി ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രൈ ആയി വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പം ഞാനിതിലേക്ക് ചോക്ലേറ്റ് ഡോനട്ടാണ് ചോക്ലേറ്റ് ഡിപ്പുള്ള ഡോനട്ടാണ് കൂടുതൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചോക്ലേറ്റ് ഡിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡോനട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് സ്വേൾ ചെയ്തെടുക്കും, ഒന്ന് കറക്കിയെടുക്കും. ആ ഡിപ്പ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് വാങ്ങിക്കാൻ കിട്ടില്ലേ, ചോക്ലേറ്റ് ചിപ്സോ വെറും ചോക്ലേറ്റ് ആണോ, എന്തായാലും മിൽക്ക് ചോക്ലേറ്റോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ
അപ്പോൾ അതെടുത്തിട്ട് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ട് നിങ്ങളൊരു 30 സെക്കൻഡ് വിട്ടിട്ട് മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 30 സെക്കൻഡ് വിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് കരിഞ്ഞു പോകും. 30 സെക്കൻഡ് വയ്ക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ എടുക്കുക, പിന്നെയും ഒരു 30 സെക്കൻഡ് വയ്ക്കുക. അങ്ങനെ ഒരു 1.5 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നന്നായി മെൽട്ടായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റും പിന്നെ അതിൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ വെറുതെ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൗഡർ ഷുഗറിൽ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ജാം വെച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് അങ്ങനെ പല ഡിപ്പും പല ഫ്ലേവറിലുള്ള പല ഫില്ലിംഗ് ഉള്ള ഡോണറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫില്ലിംഗ് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, കാരണം ഡോണറ്റ് ആണല്ലോ നമ്മളുടെ മെയിൻ, ഡോണറ്റ് ഉണ്ടാക്കലാണല്ലോ നമ്മൾ മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ഇത് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അതേപോലെ ഈ ചാനലും ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഈ ചാനലിലേക്ക്.